ഏതൊക്കെ തരത്തിലുള്ള മാറ്റമാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലാണ് ഈ 2024-25 വർഷത്തേക്കുള്ള ഇടക്കാല ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? അതിലേക്ക് ഒരു വിശകലനത്തിലേക്ക് പോകാമെന്ന് കരുതുന്നു. നികുതി നിരക്കുകളിൽ മാറ്റമില്ല, വീണ്ടും അധികാരത്തിലേറും, ജൂലൈയിൽ വീണ്ടും ബജറ്റ് അവതരിപ്പിക്കും എന്നൊരു ആത്മവിശ്വാസത്തോടെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് 58 മിനിറ്റ് മാത്രം നീണ്ട ഇടക്കാല ബജറ്റുമായി എത്തിയത്. നമുക്കൊപ്പം അതിഥികളായി ശ്രീ ഷാബു പ്രസാദ്, ഡോക്ടർ SP രാജേഷ്, ശ്രീ നിർമ്മൽ എബ്രഹാം എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ നിർമ്മൽ എബ്രഹാമിലേക്ക് പോവുകയാണ് ഞാൻ. നിർമ്മൽ എബ്രഹാമിലേക്ക് എത്താം. ശ്രീ ഷാബു പ്രസാദ്, ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള നേട്ടങ്ങൾ എണ്ണി പറയുക, അതോടൊപ്പം തന്നെ എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന ഒരു ഇൻക്ലൂസീവായുള്ള ഭരണമാണ് ഇതുവരെ നിർവഹിച്ചത്, അതിന്റെ ഒരു തുടർച്ചയുണ്ടാകും, ജൂലൈയിൽ ഞങ്ങൾ വീണ്ടും ബജറ്റ് അവതരിപ്പിക്കും എന്ന് പറഞ്ഞു വെക്കുന്ന 58 മിനിറ്റുകൾ, അതിൽ നേട്ടങ്ങൾ എടുത്തു പറയുന്നുണ്ട്, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു ആത്മവിശ്വാസത്തോടെയുള്ള ഒരു ബജറ്റ് അവതരണം എന്ന രീതിയിലാണോ താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഏതൊക്കെ മേഖലകളിലേക്കായിരിക്കും ഇനി അങ്ങോട്ട് വികസിത ഭാരതം എന്ന 2047 ലക്ഷ്യത്തിലേക്ക് പോകാൻ അടുത്ത വർഷങ്ങളിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഈ ബജറ്റ് അതിനുള്ള സൂചകങ്ങൾ നൽകുന്നുണ്ടോ ശ്രീ ഷാബു പ്രസാദ്? തീർച്ചയായിട്ടും ഇതൊരു ഇന്ററിം ബജറ്റാണ്, ഇടക്കാല ബജറ്റാണ്, സമ്പൂർണ്ണ ബജറ്റ് അല്ല. എങ്കിൽ പോലും ഒരു സമ്പൂർണ്ണ ബജറ്റിന്റെ ഒരു സ്വഭാവം ഈ ബജറ്റിന്റെ അകത്ത് നമുക്കത് കാണാൻ കഴിയും. എന്താ വെച്ചാല് ശ്രീമതി നിർമ്മല സീതാരാമന്റെ ആ അവതരണത്തിന്റെ ആ ഒരു ശൈലിയും അവരുടെ ആ ഒരു ആത്മവിശ്വാസവും ബോഡി ലാംഗ്വേജും എല്ലാം വിരൽ ചൂണ്ടുന്നത് വളരെ വളരെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്ക് തന്നെയാണ്. വളരെ ബ്രൈറ്റ് ആണ്. കാര്യം കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ എണ്ണി പറയുന്നത് വെറും വാക്കുകളല്ല, അതായത് വെറും മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളല്ല. കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്. കൃത്യമായ ഡേറ്റ, വിമാനത്താവളങ്ങൾ ഇത്രയുണ്ടായിരുന്നു, അത് ഇത്രയായി, എയിംസ് ഇത്രയുണ്ടായിരുന്നു, അത് ഇത്രയായി, അങ്ങനെ ഓരോ മേഖലയിലും ഉള്ള നേട്ടങ്ങൾ, ആ വളർച്ച ഓരോന്നും കൃത്യമായി ഡേറ്റയുടെ, അതായത് ആർക്കും ചോദ്യം ചെയ്യാവുന്ന ഡേറ്റയാണ്. അതങ്ങനെയല്ല, ഇത്രയല്ല, ഇത്രയാണ് എന്ന് ആർക്കും ചോദ്യം ചെയ്യുന്ന അത്രമാത്രം ട്രാൻസ്പെറന്റോട് കൂടിയുള്ള കാര്യങ്ങളാണ്. അതൊരു ചെറിയ കാര്യമല്ല, അത് നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അതായത് ഏകദേശം 2014 ശേഷം നാം ബജറ്റിലും ഗവൺമെന്റിന്റെ ആ ഒരു ടോക്കിലും എല്ലാം നാം കണ്ടിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. കൃത്യമായ ഡേറ്റയുടെയും ടൈം ലൈനിന്റെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് വേഗമായിട്ട് എവിടെയൊക്കെയോ പറഞ്ഞു പോവുകയല്ല ചെയ്യും. ശ്രീ ഷാബു പ്രസാദ്, അത് ശരിയാണ്. ശ്രീ ഷാബു പ്രസാദ്, നോക്കൂ, 11 ലക്ഷം കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വകയിരുത്തിയിട്ടുണ്ട്. ഒപ്പം ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. കൂടുതൽ വനിതകൾക്ക് സ്വയം സഹായ സംഘങ്ങളിൽ സഹായം നൽകാനായിട്ടുള്ള 9 കോടി വനിതകളെയാണ് ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. യുവാക്കൾക്ക് ഗവേഷണത്തിന് കൂടുതൽ സഹായം, അങ്ങനെയുള്ള പലതരത്തിലുള്ള പെൺകുട്ടികൾക്ക് ഉള്ള സഹായങ്ങൾ, അങ്ങനെ ഓരോന്നും എടുത്തു പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒരു അലോക്കേഷൻ, ഫണ്ട് അലോക്കേഷൻ ജൂലൈയിലായിരിക്കും. അടുത്ത നരേന്ദ്രമോദി സർക്കാരിനെ അനുഗ്രഹിക്കണം എന്ന ഒരു വാചകവും ഈ 58 മിനിറ്റിനിടയിൽ കേട്ടു. അപ്പോൾ ഇത് ഒരു പോപ്പുലിസ്റ്റ് ബജറ്റ് എന്നതിനപ്പുറം ഇതൊരു തെരഞ്ഞെടുപ്പ് ബജറ്റ് അല്ലേ ശ്രീ ഷാബു പ്രസാദ്? അല്ല, നമുക്ക് അങ്ങനെ കാര്യം, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന് ഞങ്ങൾ തിരികെ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും, തീർച്ചയായും ഈ സർക്കാർ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു എന്ന് പറയാനുള്ള അവകാശമില്ല. അപ്പോൾ ഞങ്ങൾ തിരികെ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാവണം, ജനങ്ങളുടെയും ലോകത്തിന്റെയും അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാവണം, സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാകണം എന്ന് ധനമന്ത്രി ആവശ്യപ്പെടുന്നതിൻ്റെ അകത്ത് എന്താണ് സുജയ, എത്ര അസ്വാഭാവികതയുള്ളത്?